ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ 6ാമത്തെ വീഡിയോയിലേക്ക് കടന്നിരിക്കുകയാണ്. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ധമനി ഏതാണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ധമനി ഏതാണ്? ഉത്തരം അയോർട്ട. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ധമനി ഏതാണ്? ഉത്തരം അയോർട്ട. കേരള പാണിനി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നതാര്? കേരള പാണിനി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നതാര്? ഉത്തരം AR രാജരാജവർമ്മ. കേരള പാണിനി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നതാര്? ഉത്തരം AR രാജരാജവർമ്മ. മൺസൂർ ക്രോക്സ് ബയോബ്ലിറ്റ്സ് 2024 പദ്ധതി നടപ്പിലാക്കുന്നതാര്? മൺസൂർ ക്രോക്സ് ബയോബ്ലിറ്റ്സ് 2024 പദ്ധതി നടപ്പിലാക്കുന്നതാര്? ഉത്തരം കേരള വന ഗവേഷണ കേന്ദ്രം. മൺസൂർ ക്രോക്സ് ബയോബ്ലിറ്റ്സ് 2024 പദ്ധതി നടപ്പിലാക്കുന്നതാര്? ഉത്തരം കേരള വന ഗവേഷണ കേന്ദ്രം. പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യവകുപ്പ് രൂപീകരിച്ച പദ്ധതി ഏത്? പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യവകുപ്പ് രൂപീകരിച്ച പദ്ധതി ഏത്? ഉത്തരം മിഠായി. പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യവകുപ്പ് രൂപീകരിച്ച പദ്ധതി ഏത്? ഉത്തരം മിഠായി. ഇന്ത്യയിൽ കൽക്കരി നിക്ഷേപത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം? ഇന്ത്യയിൽ കൽക്കരി നിക്ഷേപത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം? ഉത്തരം ജാർഖണ്ഡ്. ഇന്ത്യയിൽ കൽക്കരി നിക്ഷേപത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം? ഉത്തരം ജാർഖണ്ഡ്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയ വൈസ്രോയി? ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയ വൈസ്രോയി? ഉത്തരം കോൺവാലീസ്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയ വൈസ്രോയി? ഉത്തരം കോൺവാലീസ്. നാഗാർജുന സാഗർ കടുവ സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? നാഗാർജുന സാഗർ കടുവ സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരം ആന്ധ്രാപ്രദേശ്. നാഗാർജുന സാഗർ കടുവ സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? നാഗാർജുന സാഗർ കടുവ സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരം ആന്ധ്രാപ്രദേശ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം? ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം? ഉത്തരം ഹെമീസ് നാഷണൽ പാർക്ക്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം? ഉത്തരം ഹെമീസ് നാഷണൽ പാർക്ക്. രാജ്യത്തിന് ഭരണം വേണമെന്ന ആവശ്യം ആദ്യം മുന്നോട്ട് വെച്ച ധീരദേശാഭിമാനി? രാജ്യത്തിന് ഭരണം വേണമെന്ന ആവശ്യം ആദ്യം മുന്നോട്ട് വെച്ച ധീരദേശാഭിമാനി? ഉത്തരം ബാലഗംഗാധര തിലകൻ. രാജ്യത്തിന് ഭരണം വേണമെന്ന ആവശ്യം ആദ്യം മുന്നോട്ട് വെച്ച ധീരദേശാഭിമാനി? ഉത്തരം ബാലഗംഗാധര തിലകൻ. ഏറ്റവും കൂടുതൽ ഇലക്ട്രോ നെഗറ്റിവിറ്റിയുള്ള മൂലകം? ഏറ്റവും കൂടുതൽ ഇലക്ട്രോ നെഗറ്റിവിറ്റിയുള്ള മൂലകം? ഉത്തരം ഫ്ലൂറിൻ. ഏറ്റവും കൂടുതൽ ഇലക്ട്രോ നെഗറ്റിവിറ്റിയുള്ള മൂലകം? ഉത്തരം ഫ്ലൂറിൻ. കീലേരി കുഞ്ഞിക്കണ്ണൻ ഏത് രംഗത്താണ് പ്രശസ്തി നേടിയത്? കീലേരി കുഞ്ഞിക്കണ്ണൻ ഏത് രംഗത്താണ് പ്രശസ്തി നേടിയത്? ഉത്തരം സർക്കസ്. കീലേരി കുഞ്ഞിക്കണ്ണൻ ഏത് രംഗത്താണ് പ്രശസ്തി നേടിയത്? ഉത്തരം സർക്കസ്. ബൈറ്റ്, കിലോബൈറ്റ്, മെഗാബൈറ്റ്, ഡാഷ്, ടെറാബൈറ്റ് ഇതിൽ വിട്ടുപോയത് പൂരിപ്പിക്കുക. ബൈറ്റ്, കിലോബൈറ്റ്, മെഗാബൈറ്റ്, ഡാഷ്, ടെറാബൈറ്റ് ഇതിൽ വിട്ടുപോയത് പൂരിപ്പിക്കുക. ഉത്തരം ഗിഗാബൈറ്റ്. ബൈറ്റ്, കിലോബൈറ്റ്, മെഗാബൈറ്റ്, ഡാഷ്, ടെറാബൈറ്റ് ഇതിൽ വിട്ടുപോയത് പൂരിപ്പിക്കുക. ഉത്തരം ഗിഗാബൈറ്റ്. ഏത് സംയുക്തത്തിൻ്റെ നിർമ്മാണത്തിനാണ് സ്പോഞ്ചി അയൺ ഉൽപ്രേരകമായി ഉപയോഗിക്കുന്നത്? ഏത് സംയുക്തത്തിൻ്റെ നിർമ്മാണത്തിനാണ് സ്പോഞ്ചി അയൺ ഉൽപ്രേരകമായി ഉപയോഗിക്കുന്നത്? ഉത്തരം അമോണിയ. ഏത് സംയുക്തത്തിൻ്റെ നിർമ്മാണത്തിനാണ് സ്പോഞ്ചി അയൺ ഉൽപ്രേരകമായി ഉപയോഗിക്കുന്നത്? ഉത്തരം അമോണിയ. ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സ്ത്രീകളുടെ സംരക്ഷണ നിയമം 2005 പ്രകാരം ഇരകളെ നേരിട്ട് ഉപദേശിക്കാൻ ആർക്കാകും? ഉത്തരം മജിസ്ട്രേറ്റ്. ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സ്ത്രീകളുടെ സംരക്ഷണ നിയമം 2005 പ്രകാരം ഇരകളെ നേരിട്ട് ഉപദേശിക്കാൻ ആർക്കാകും? ഉത്തരം മജിസ്ട്രേറ്റ്. രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷാ അഭിയാൻ ലക്ഷ്യമിടുന്നത്? രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷാ അഭിയാൻ ലക്ഷ്യമിടുന്നത്? ഉത്തരം സെക്കൻഡറി വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരമുയർത്തൽ. രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷാ അഭിയാൻ ലക്ഷ്യമിടുന്നത്? ഉത്തരം സെക്കൻഡറി വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരമുയർത്താൻ.
മ്യൂറിയാറ്റിക് ആസിഡ് എന്നറിയപ്പെടുന്ന ആസിഡ്. മ്യൂറിയാറ്റിക് ആസിഡ് എന്നറിയപ്പെടുന്ന ആസിഡ്. ഉത്തരം ഹൈഡ്രോക്ലോറിക് ആസിഡ്. മ്യൂറിയാറ്റിക് ആസിഡ് എന്നറിയപ്പെടുന്ന ആസിഡ്. ഉത്തരം ഹൈഡ്രോക്ലോറിക് ആസിഡ്. വെള്ളക്കടുവകൾക്ക് പ്രസിദ്ധമായ ഇന്ത്യയിലെ കടുവ സംരക്ഷണ കേന്ദ്രം. വെള്ളക്കടുവകൾക്ക് പ്രസിദ്ധമായ ഇന്ത്യയിലെ കടുവ സംരക്ഷണ കേന്ദ്രം. ഉത്തരം നന്ദൻകാനൻ, ഒഡീഷ. വെള്ളക്കടുവകൾക്ക് പ്രസിദ്ധമായ ഇന്ത്യയിലെ കടുവ സംരക്ഷണ കേന്ദ്രം. ഉത്തരം നന്ദൻകാനൻ, ഒഡീഷ. കൊയാഗുലേഷൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്നത്. കൊയാഗുലേഷൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്നത്. ഉത്തരം വൈറ്റമിൻ കെ. കൊയാഗുലേഷൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്നത്. ഉത്തരം വൈറ്റമിൻ കെ. ഇന്ത്യയിലെ ആദ്യത്തെ ധാന്യ ATM പ്രവർത്തിച്ചു തുടങ്ങിയത് എവിടെ? ഇന്ത്യയിലെ ആദ്യത്തെ ധാന്യ ATM പ്രവർത്തിച്ചു തുടങ്ങിയത് എവിടെ? ഉത്തരം ഗുരുഗ്രാം. ഇന്ത്യയിലെ ആദ്യത്തെ ധാന്യ ATM പ്രവർത്തിച്ചു തുടങ്ങിയത് എവിടെ? ഉത്തരം ഗുരുഗ്രാം. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഉപദ്വീപീയ നദികൾ. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഉപദ്വീപീയ നദികൾ. ഉത്തരം നർമ്മദ, താപ്തി. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഉപദ്വീപീയ നദികൾ. ഉത്തരം നർമ്മദ, താപ്തി. ഇന്ത്യയുടെ ആദ്യത്തെ അന്റാർട്ടിക് ഗവേഷണ കേന്ദ്രം. ഇന്ത്യയുടെ ആദ്യത്തെ അന്റാർട്ടിക് ഗവേഷണ കേന്ദ്രം. ഉത്തരം ദക്ഷിണ ഗംഗോത്രി. ഇന്ത്യയുടെ ആദ്യത്തെ അന്റാർട്ടിക് ഗവേഷണ കേന്ദ്രം. ഉത്തരം ദക്ഷിണ ഗംഗോത്രി. വെബ് പേജുകളിലെ കീവേഡുകൾ കണ്ടുപിടിക്കാൻ സെർച്ച് എഞ്ചിൻ വെബ്സൈറ്റുകളിൽ ഉപയോഗിക്കുന്ന പ്രോഗ്രാം. വെബ് പേജുകളിലെ കീവേഡുകളെ കണ്ടുപിടിക്കാൻ സെർച്ച് എഞ്ചിൻ വെബ്സൈറ്റുകളിൽ ഉപയോഗിക്കുന്ന പ്രോഗ്രാം. ഉത്തരം സ്പൈഡർ. വെബ് പേജുകളിലെ കീവേഡുകളെ കണ്ടുപിടിക്കാൻ സെർച്ച് എഞ്ചിൻ വെബ്സൈറ്റുകളിൽ ഉപയോഗിക്കുന്ന പ്രോഗ്രാം. ഉത്തരം സ്പൈഡർ. സ്വകാര്യതയുടെ ലംഘനവുമായി ബന്ധപ്പെട്ട് IT ആക്ട് 2000 സെക്ഷൻ. സ്വകാര്യതയുടെ ലംഘനവുമായി ബന്ധപ്പെട്ട IT ആക്ട് 2000 സെക്ഷൻ. ഉത്തരം 66E. സ്വകാര്യതയുടെ ലംഘനവുമായി ബന്ധപ്പെട്ട IT ആക്ട് 2000 സെക്ഷൻ. ഉത്തരം 66E. നന്ദനാർ എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ്? നന്ദനാർ എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ്? ഉത്തരം PC ഗോപാലൻ. നന്ദനാർ എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ്? ഉത്തരം PC ഗോപാലൻ. ഇന്ത്യയിൽ കറൻസി നോട്ട് അച്ചടിക്കുന്നതിനുള്ള കടലാസ് നിർമ്മിക്കുന്ന സ്ഥലം. ഇന്ത്യയിൽ കറൻസി നോട്ട് അച്ചടിക്കുന്നതിനുള്ള കടലാസ് നിർമ്മിക്കുന്ന സ്ഥലം. ഉത്തരം ഹോഷങ്കാബാദ്, മധ്യപ്രദേശ്. ഇന്ത്യയിൽ കറൻസി നോട്ട് അച്ചടിക്കുന്നതിനുള്ള കടലാസ് നിർമ്മിക്കുന്ന സ്ഥലം. ഉത്തരം ഹോഷങ്കാബാദ്, മധ്യപ്രദേശ്. അപ്പോൾ ചോദ്യങ്ങൾ ഒന്നുകൂടി ആവർത്തിക്കാം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ധമനി ഏതാണ്? ഉത്തരം അയോർട്ട. കേരളപാണിനി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നതാര്? ഉത്തരം AR രാജരാജവർമ്മ. മൺസൂർ ക്രോക്സ് ബയോബ്ലിറ്റ്സ് 2024 പദ്ധതി നടപ്പിലാക്കുന്നതാര്? ഉത്തരം കേരള വനഗവേഷണ കേന്ദ്രം. പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതി ഏത്? ഉത്തരം മിഠായി. ഇന്ത്യയിൽ കൽക്കരി നിക്ഷേപത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം. ഉത്തരം ജാർഖണ്ഡ്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയ വൈസ്രോയി. ഉത്തരം കോൺവാലിസ്. നാഗാർജുന സാഗർ കടുവ സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന എവിടെ? ഉത്തരം ആന്ധ്രാപ്രദേശ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം. ഉത്തരം ഹെമീസ് നാഷണൽ പാർക്ക്. രാജ്യത്തിന് ഭരണം വേണം എന്ന ആവശ്യം ആദ്യം മുന്നോട്ട് വെച്ച ധീരദേശാഭിമാനി. ഉത്തരം ബാലഗംഗാധര തിലകൻ. ഏറ്റവും കൂടുതൽ ഇലക്ട്രോനെഗറ്റിവിറ്റിയുള്ള മൂലകം. ഉത്തരം ഫ്ലോറിൻ. കീലേരി കുഞ്ഞിക്കണ്ണൻ ഏത് രംഗത്താണ് പ്രശസ്തി നേടിയത്? ഉത്തരം സർക്കസ്. ബൈറ്റ്, കിലോബൈറ്റ്, മെഗാബൈറ്റ്, ഡാഷ്, ടെറാബൈറ്റ്, ഇതിൽ വിട്ടുപോയത് പൂരിപ്പിക്കുക. ഉത്തരം ഗിഗാബൈറ്റ്. ഏത് സംയുക്തത്തിൻ്റെ നിർമ്മാണത്തിനാണ് സ്പോഞ്ചി അയൺ ഉൽപ്രേരകമായി ഉപയോഗിക്കുന്നത്? ഉത്തരം അമോണിയ. ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സ്ത്രീകളുടെ സംരക്ഷണ നിയമം 2005 പ്രകാരം ഇരകളെ നേരിട്ട് ഉപദേശിക്കാൻ ആർക്കാകും? ഉത്തരം മജിസ്ട്രേറ്റ്. രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷാ അഭിയാൻ ലക്ഷ്യമിടുന്നത് സെക്കൻഡറി വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരമുയർത്തൽ. മ്യൂറിയാറ്റിക് ആസിഡ് എന്നറിയപ്പെടുന്ന ആസിഡ്. ഉത്തരം ഹൈഡ്രോക്ലോറിക് ആസിഡ്.
വെള്ളക്കടുവകൾക്ക് പ്രസിദ്ധമായ ഇന്ത്യയിലെ കടുവ സംരക്ഷണ കേന്ദ്രം? ഉത്തരം നന്ദൻ കാനൻ, ഒഡീഷ. കൊയാഗുലേഷൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്നത്? ഉത്തരം വൈറ്റമിൻ കെ. ഇന്ത്യയിലെ ആദ്യത്തെ ധാന്യ ATM പ്രവർത്തിച്ചു തുടങ്ങിയത് എവിടെ? ഉത്തരം ഗുരുഗ്രാം. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഉപദ്വീപീയ നദികൾ? ഉത്തരം നർമ്മദ, താപ്തി. ഇന്ത്യയുടെ ആദ്യത്തെ അന്റാർട്ടിക് ഗവേഷണ കേന്ദ്രം? ഉത്തരം ദക്ഷിണ ഗംഗോത്രി. വെബ് പേജുകളിലെ കീവേഡുകളെ കണ്ടുപിടിക്കാൻ സെർച്ച് എഞ്ചിൻ വെബ്സൈറ്റുകളിൽ ഉപയോഗിക്കുന്ന പ്രോഗ്രാം? ഉത്തരം സ്പൈഡർ. സ്വകാര്യതയുടെ ലംഘനവുമായി ബന്ധപ്പെട്ട IT ആക്ട് 2000 സെക്ഷൻ? ഉത്തരം 66E. നന്ദനാർ എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ്? ഉത്തരം PC ഗോപാലൻ. ഇന്ത്യയിലെ കറൻസി നോട്ട് അച്ചടിക്കുന്നതിന് കടലാസ് നിർമ്മിക്കുന്ന സ്ഥലം? ഉത്തരം ഹോഷങ്കാബാദ്, മധ്യപ്രദേശ്. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ. താങ്ക് യു.